ഹായ് ഓൾ, അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ചധികം ടിപ്സുകളൊന്ന് കണ്ടു നോക്കിയാലോ. ഇവിടിതാ ഞാനൊരു പാത്രത്തിലേക്ക് നമ്മൾ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ തൊണ്ടുണ്ടായിരിക്കുമല്ലോ, അത് ഇവിടിതാ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുനാരങ്ങയുടെ മുഴുവനായിട്ടുള്ള സത്ത് ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാകും. ഇനി ഇത് നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയൊരു കളറിന് വേണ്ടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് വളരെയധികം ഉപകാരമുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ. നമ്മുടെ വിം സോപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്കിത് നന്നായി തന്നെ ഉപയോഗിക്കാൻ പറ്റും. കറകളൊക്കെ ഉള്ള പാത്രം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ. ഇവിടിതാ ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ച സ്റ്റൗവിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ആകെ വൃത്തികേടായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്ലീനിങ് ആണ് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കിയ ഈ ക്ലീനിങ് സൊല്യൂഷൻ എടുത്ത് നമുക്ക് വെറുതെ ഒന്ന് ഇതുപോലെ ഒന്ന് തെളിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് സ്ക്രബ്ബർ ഒന്നും വെച്ച് ഇത് ഉരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ ഒരു തുണിയെടുത്ത് ഞാനിപ്പോൾ ഒരു കോട്ടൻ്റെ ഒരു ബനിയൻ ടൈപ്പ് തുണി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് തുടച്ച് കൊടുത്താൽ ഈ സ്റ്റൗവൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും, നല്ലോണം മെഴുക്കും. പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ ചായയൊക്കെ വെച്ച് പാൽ ചായയൊക്കെ വെക്കുമ്പോൾ ഈ സ്റ്റൗവിൻ്റെ അടിഭാഗത്തൊക്കെ കുറച്ച് ഇങ്ങനെ പാലൊക്കെ പോയി അതിൻ്റെ ഒരു കറഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മാത്രം ചെറുതായിട്ടൊരു കറ പോലെ ഉണ്ട്. അത് നമുക്കൊരു സ്ക്രബ്ബർ ഉരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് ടൈമില്ലാത്ത കാരണം ഞാൻ ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ. നമുക്ക് ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഗ്യാസ് സ്റ്റൗവും ടൈലും ഒക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പാൽ ചായയൊക്കെ വെച്ച ചായപാത്രം ഉണ്ടായിരിക്കുമല്ലോ, അതിലൊക്കെ ഈ ക്ലീനിങ് സൊല്യൂഷൻ ഒഴിച്ച് ഒരു സ്ക്രബ്ബർ വെച്ച് ഉരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ ക്ലീനായി കിട്ടും. ഇവിടെ സ്റ്റൗവൊക്കെ നന്നായി തന്നെ ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മെഴുക്കൊക്കെ ഇങ്ങനെ തെറിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ക്ലീനിങ് സൊല്യൂഷൻ വെച്ച് ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തതായി നമ്മുടെ ഇടയിൽ കുറേയധികം വീട്ടമ്മമാർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. എൻ്റെ കാലിനൊക്കെ ഉപ്പുറ്റി വേദന വളരെയധികം കൂടുതലാണ്. പിന്നെ എനിക്ക് ഡോക്ടർ ഈ ചെരുപ്പ് നിർദ്ദേശിച്ചിരുന്നു കേട്ടോ. പക്ഷേ എനിക്കതൊന്നും ഇട്ടിട്ട് ഒട്ടും തന്നെ കുറവുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇക്കാടെ ഒരു സുഹൃത്ത് ഇതുപോലത്തെ ഒരു നമ്മുടെ ചെരുപ്പിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഒരു റബ്ബർ പോലത്തെ ഒരു സംഭവം, അപ്പോൾ അത് നമ്മൾ ഷൂ ഉപയോഗിക്കുന്നവർക്കാണ് കേട്ടോ ഇതിടാൻ പറ്റുക. നമ്മൾ ചെരുപ്പിൻ്റെ അടിയിൽ ഇത് പെട്ടെന്ന് കറക്റ്റായി നിൽക്കില്ല. നമ്മൾ ഷൂസ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ വീട്ടിൽ നമുക്ക് ഇതുപോലെ 2 ഷൂസ് മേടിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഉപ്പിറ്റിയുടെ ഭാഗം സൈസിനനുസരിച്ച് നമുക്ക് ഇത് കിട്ടും കേട്ടോ. പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് റബ്ബർ പോലെയാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല ഇങ്ങനെ ശ്രദ്ധിച്ച് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കണ്ടോ ഇതിങ്ങനെ കീറിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കിതുപോലെ കാലുവേദന ഒന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് 1 മാസമൊക്കെ മരുന്ന് കഴിക്കൂ, അപ്പോൾ മാറുമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ 1 കൊല്ലം വരെ ഇതിൻ്റെ വേദനയുണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിത് അതുകൊണ്ടൊന്നും ഒരു മാറ്റവും ഉണ്ടായില്ല. പിന്നെ ഞാൻ ആയുർവേദം കാണിച്ചു, 3 മാസം കഷായം കുടിച്ചു. എന്നിട്ടും എനിക്ക് ഉപ്പുറ്റി വേദനയ്ക്ക് ഒരു കുറവും ഉണ്ടായില്ല കേട്ടോ. പക്ഷേ ഇത് എനിക്ക് ഈ ചെരുപ്പിൻ്റെ ഉള്ളിൽ വെച്ച് 1 മാസം ആയപ്പോഴേക്കും കറക്റ്റായിട്ട് എൻ്റെ ഉപ്പുറ്റി വേദന ഫുള്ളായി തന്നെ മാറി. ഇപ്പം അത് കഴിഞ്ഞിപ്പോൾ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഈ വേദന വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് വീണ്ടും 1 മാസം കറക്റ്റ് ഉപയോഗിച്ചപ്പോൾ എനിക്കത് പെട്ടെന്ന് മാറിക്കിട്ടി. ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോകുന്ന ഷൂസിനുള്ളിൽ ഇത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഉപ്പുറ്റി വേദന ഒരു 1/4 ഭാഗത്തോളം മാറും കേട്ടോ. എനിക്കാണെങ്കിൽ ഒട്ടും തന്നെ രാവിലെയൊക്കെ നമ്മൾ കിടന്ന് എണീക്കുന്ന സമയത്ത് ഭയങ്കര ഉപ്പുറ്റി വേദനയാണ്. കാല് നിലത്ത് കുത്താൻ പോലും നമുക്ക് സാധിക്കില്ല. അതുപോലത്തെ വേദനയുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനധികം റേറ്റ് ഒന്നുമില്ല. ഇപ്പം ഞാൻ മേടിച്ചത് ഇവിടെ ഒരു 730 രൂപ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ.
ഇപ്പോൾ ഡോക്ടർ ഇതിൻ്റെ ഈ ഉപ്പറ്റി വേദനയുടെ കാരണം പറഞ്ഞത് നമ്മൾ അധികം നേരം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുമല്ലോ, അപ്പോൾ ഈ കാലിൻ്റെ അടിയിൽ ഒരു ചെറിയ പാട പോലെ ഉണ്ട്. നമ്മളപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ പാട ഈ നമ്മുടെ ഉപ്പറ്റി ഭാഗത്ത് വന്ന് ഇങ്ങനെ ഒരു സൂചിമന പോലെ ആയി നിൽക്കും. അപ്പോഴാണ് നമുക്ക് കാല് താഴത്ത് നമുക്ക് നിലത്ത് കുത്താൻ പറ്റാത്തത്. പിന്നെ നമ്മൾ കുറച്ച് നേരം പണിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ വീണ്ടും ആ വേദന മാറും. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായൊരു മാസം ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വേദനയൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി കടയിൽ നിന്നൊക്കെ നമ്മളിതുപോലെ കടലാസ് പോലത്തെ കവർ കൊണ്ടുവരാറുണ്ടല്ലേ, പേപ്പർ കവറ്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാനുള്ള വഴിയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ എല്ലാ വീട്ടിലും ഇപ്പോൾ ഇതുപോലെ ടിഷ്യൂ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പീസാക്കി മാറ്റി വയ്ക്കാം. വളരെയധികം ഉപകാരമാണ് കേട്ടോ നമുക്കിത്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചായ കുടിക്കുന്ന സമയത്ത് ചായയോ അതുപോലെ തന്നെ പാലൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ തുണി കൊണ്ട് തുടയ്ക്കുന്ന സമയത്ത് പിന്നെ അത് വേറൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ കോട്ടൻ്റെ ഈ കവർ ഉണ്ടെങ്കിൽ നമുക്കിത് അപ്പോൾ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്ത് ഇനി ഈ ഭാഗത്ത് നമുക്ക് ഒരു കിച്ചൺ ടവൽ വെച്ച് തുടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സ്ലാബിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ. ഇനി അടുത്തതായി ഈ കവർ കൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഉപയോഗം കൊണ്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വീട്ടിൽ സ്വിച്ച് ബോർഡൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ട് ഇരിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ മിക്സിയുടെ ഭാഗമൊക്കെ അടിക്കുന്ന സ്വിച്ച് ബോർഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഈ കവറിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ സ്വിച്ച് ബോർഡൊക്കെ നല്ലോണം വൃത്തികേടായിട്ടുണ്ടാകും, എപ്പോഴെപ്പോഴും ലൈറ്റൊക്കെ ഇട്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ വെളിച്ചെണ്ണ ഇട്ട് തുടച്ചപ്പോഴേക്കും സ്വിച്ച് ബോർഡൊക്കെ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ലാസ്റ്റായിട്ട് ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് കവറും കൂടി നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൗഡർ, നമ്മൾ മുഖത്തിടുന്ന പൗഡർ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെച്ച് നമ്മുടെ സ്വിച്ച് ബോർഡ് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ് കിട്ടും കേട്ടോ. നമ്മളുടെ പുതിയ സ്വിച്ച് ബോർഡ് പോലെ ഇത് ആയി കിട്ടും. ഇനി ഇവിടെ നമ്മളിതുപോലെ നാളികേരമുറിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായ നാളികേരം പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ അപ്പോൾ ഉടച്ച നാളികേരം പോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നാളികേരത്തിൻ്റെ ഒട്ടും തന്നെ സ്വാദ് പോവാതെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഞാനിവിടെ ഒരു തേൻകുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ തേൻകുപ്പിയാണ്. അപ്പോൾ അതിൽ 1 ടീസ്പൂൺ തേൻ ഇതിൽ ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തേനും പഞ്ചസാരയും ഒരേ ലെവലിൽ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചുണ്ടുകളിൽ പുരട്ടുകയാണെങ്കിൽ ചുണ്ടിന് ഒരു പിങ്ക് കളർ, നാച്ചുറലായിട്ടുള്ള ഒരു പിങ്ക് കളർ നമുക്ക് കിട്ടും കേട്ടോ. ഡെയിലി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടൊക്കെ നല്ലൊരു കളറായിരിക്കും. ഇനി ഇവിടെ ഞാൻ കുറച്ച് പനിക്കൂർക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴുകി വൃത്തിയാക്കി നമ്മൾ വെള്ളം തിളപ്പിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കൊടുത്തയക്കുകയാണെങ്കിൽ കഫക്കെട്ട് മാറാനും ടോൺസസ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ നീര് കൊടുക്കുകയാണെങ്കിൽ എല്ലിൻ്റെ ബലവും കൂടും കേട്ടോ. ഇനി അടുത്തതായി സൂപ്പർ രുചിയിൽ ഒരു നാരങ്ങാച്ചാറ് റെഡിയാക്കിയെടുത്താലോ. നാരങ്ങയ്ക്ക് ഒന്ന് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കിതൊന്ന് 4ആക്കി മുറിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ആവി കയറ്റിയെടുക്കുമ്പോൾ നാരങ്ങ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ചിലത് പൊട്ടിപ്പോവാറുണ്ട്. ഇനി അടപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് നന്നായി തന്നെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് പൊടിച്ചെടുത്ത് വയ്ക്കാം. ഇനി ഇവിടെ അച്ചാറിടാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അടപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 വലിയ ടീസ്പൂൺ തന്നെ കടുക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളി, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം തന്നെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 വലിയ ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നന്നായി തന്നെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൊറുക്കയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി സൊറുക്കയും കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടി നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല. പുളിയും ഉപ്പും എരിവൊക്കെ ഒരു ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണേ. ഇതിൻ്റെ മുകളിലായി ഇപ്പോൾ കുറച്ച് എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അച്ചാർ പെട്ടെന്ന് പൂത്തു പോവുകയില്ല കേട്ടോ. വളരെയധികം രുചിയിലും കുറേ നാൾ പുറത്ത് ഈ അച്ചാർ സൂക്ഷിക്കാവുന്നതാണ്. എയർ ടൈറ്റായ ഒരു ചില്ല് കുപ്പിയിലേക്ക്, ഒട്ടും തന്നെ നനവൊന്നുമില്ലാത്ത കുപ്പിയിലേക്ക് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുത്താൽ വളരെയധികം കാലം രുചികരമായി കൂട്ടാവുന്ന നാരങ്ങ അച്ചാറാണ് കേട്ടോ ഇത്. ഇന്ന് കാണിച്ച എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.